ഭർത്താവുമായി ഫിസിക്കൽ കോണ്ടാക്റ്റിന് സമ്മതിക്കാത്ത ഭാര്യ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോഴാണ് അവരുടെ യഥാർത്ഥ പ്രശ്നം കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമായിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നത്. കുട്ടിക്കാലത്ത് 7-8 വയസ്സുള്ള സമയത്ത് ഇവരുടെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്നും ഇവർക്കൊരു സെക്ഷൽ അബ്യൂസ് നേരിട്ടു. പക്ഷേ ഈ ഒരു സംഭവം കുട്ടി ആരോടും പറഞ്ഞില്ല, സ്വന്തം അമ്മയോട് പോലും പറഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് പല ഘട്ടങ്ങളിലും ഈ കുട്ടിക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി തീർന്നിട്ടുണ്ട്. കുട്ടി വളർന്നു വലുതായി, കുട്ടിയോടൊപ്പം ഈ ഒരു ആങ്സൈറ്റി മോഡും കൂടി കുട്ടിയിൽ ഉണ്ടായി തീർന്നിട്ടുണ്ട്. മറ്റുള്ള പുരുഷന്മാരൊക്കെ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരാളായിട്ടാണ് ആ പുരുഷന്മാരൊക്കെ ഇവർ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഇവരുടെ ദേഹത്തൊക്കെ തൊടുന്ന സമയത്ത് കുട്ടിക്കാലത്തേക്ക് ഇവർ ട്രിഗർ ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ട്രിഗർ ചെയ്യുമ്പോൾ ഇവർക്ക് ആങ്സൈറ്റി ഉണ്ടായിത്തീരാണ്. ഇത്തരം കുട്ടികൾ വളർന്ന് വലുതാകുന്ന സമയത്ത് ഇവരോട് ഇതുപോലെ അടുപ്പമുള്ള ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ അവർ നോ പറയാതിരിക്കാനൊക്കെ ഇത് കാരണമാകാറുണ്ട്. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? അമ്മയോട് പറയാതിരിക്കാൻ കാരണം ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളെ ഈ സെക്ഷൽ അബ്യൂസ് നടത്തിയ ആളൊക്കെ വലിയ ബഹുമതിയോട് കൂടിയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരെ ബഹുമാനിക്കണം, അവരെന്തേ പറഞ്ഞാൽ തിരിച്ചൊന്നും പറയാൻ പാടില്ല, അവരെന്ത് ചെയ്താലും അങ്ങനെ മോള് മോശപ്പെട്ടൊന്നും പെരുമാറാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വളർത്തിയിട്ടുണ്ടായിരുന്നത്. അമ്മ ഇത്രത്തോളം ബഹുമാനമൊക്കെ കൊടുക്കുന്ന ആളെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് മോശം പറയുക എന്ന അർത്ഥത്തിലായിരുന്നു ആ പെൺകുട്ടി അമ്മയോട് തുറന്ന് പറയാതിരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ബഹുമാനിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ബഹുമാനിക്കേണ്ടത് സ്ഥാനമാനങ്ങളെയല്ല, അവരുടെ പെരുമാറ്റങ്ങളെയാണ് ബഹുമാനിക്കേണ്ടത് എന്നാണ് നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്.